ആർഎസ്എസുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് എം പി ആരാണെന്ന് പരിശോധിക്കുകയാണെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരൻ. ആരാണെന്ന് കണ്ടെത്തിയിട്ടില്ലെന്നും കിട്ടിയാൽ അറിയിക്കാമെന്നും സുധാകരൻ പ്രതികരിച്ചു. ഞങ്ങളും അത് അന്വേഷിക്കുകയാണ്, ആരാണെന്ന് ഞങ്ങളത് അന്വേഷിക്കുകയാണ്. ആരാണ് എന്ന് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടെത്തിയിട്ടില്ല. കണ്ടെത്തിയാൽ നിങ്ങളെ കാണും. ഓക്കെ, എനിക്കറിയില്ല, തെളിവ് നമ്മളെ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇനി നമ്മളത് അന്വേഷിക്കുന്നുണ്ട്, അന്വേഷിച്ചിട്ട് നോക്കട്ടെ. അത്ര വലിയ ഗൗരവമൊന്നും ഇല്ല ഇതിനകത്ത്. കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെട്ടത് അഭിഭാഷകൻ എന്ന നിലയിൽ ചാണ്ടി ഉമ്മന് ലഭിച്ച അംഗീകാരമെന്നാണ് കെ സുധാകരന്റെ ന്യായീകരണം. ചാണ്ടി ഉമ്മന് കിട്ടിയ അംഗീകാരത്തെ എതിർക്കുന്നില്ലെന്നും കെ സുധാകരൻ പറയുന്നു. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു അംഗീകാരത്തിന് ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷേ കേസിൻ്റെ അകത്ത് സത്യസന്ധമായ ഒരു അപ്രോച്ച് അദ്ദേഹം സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞങ്ങളത് കെയർ ചെയ്യും. കേന്ദ്ര സർക്കാരിൻ്റെ നയമല്ല, സാധാരണഗതിയിലൊരു നയമില്ലേ, സാധാരണഗതിയിലൊരു ന്യായമില്ലേ? ആ ന്യായമല്ലേ കോടതി പറയേണ്ടത്? ഒരു സർക്കാരിൻ്റെ ഭാഗം പറയാനാണോ വക്കീൽ കോടതി പോകുന്നത്? ഉമേഷ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഉമേഷ്, വളരെ വിചിത്രമായി തോന്നുന്നു കെ സുധാകരന്റെ പ്രതികരണം. അദ്ദേഹം ചോദിക്കുന്നത് സാധാരണഗതിയിൽ ഒരു ന്യായമില്ലേ, സർക്കാരിന്റെ ന്യായം പറയാനാണോ ഒരു അഭിഭാഷകൻ കോടതിയിൽ പോകുന്നതെന്നാണ്. പിന്നെ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു അഭിഭാഷകൻ സർക്കാരിന്റെ നയമല്ലാതെ അവിടെ പോയി കെ.പി.സി.സിയുടെ നയം പറയാൻ പറ്റില്ലല്ലോ. അതല്ലേ അതിൻ്റെ ഒരു നിയമപരമായ വസ്തുത എന്ന് പറയുന്നത്. കെ സുധാകരനിൽ നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവന വരുന്നതിൽ അത്ഭുതമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞ, വേണമെങ്കിൽ ഞാൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്ന് പരസ്യമായി പറഞ്ഞ, സംഘപരിവാറുകാരിൽ കഴിവുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അംഗീകാരം കിട്ടുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് പരസ്യമായി പറഞ്ഞ കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഈ ന്യായീകരണം വരുന്നതിൽ അത്ഭുതമില്ല. പക്ഷേ ഈ ന്യായീകരണം കൊണ്ട് ഇപ്പോൾ ഇവർക്ക് നേരെ ഉയർന്നു നിൽക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ മയപ്പെട്ടു പോകുമോ? മനു, ഈ കെ സുധാകരൻ പ്രതികരിച്ച രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പ്രധാനമാണ്. അതിലൊന്ന്, ഇപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ ഈ ചാണ്ടി ഉമ്മൻ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെട്ടു എന്നുള്ളത് അതൊരു അംഗീകാരമായി കാണുന്നു എന്നാണ് കെ.പി.സി.സി പ്രസിഡന്റ് പറയുന്നത്. സ്വാഭാവികമായും മനു പറഞ്ഞതുപോലെ ഇത് സർക്കാരിന്റെ ഭാഗം പറയാനല്ലല്ലോ എന്നൊക്കെയാണ് കെ സുധാകരൻ വാദിച്ചത്. സ്വാഭാവികമായും ദേശീയപാത അതോറിറ്റിയുടെ അഭിഭാഷക പാനലിലാണ് ചാണ്ടി ഉമ്മൻ ഉൾപ്പെട്ടിട്ടുള്ളത്. പല വിഷയത്തിലും ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതികളിൽ വരും. ആ സമയത്ത് തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ ഭാഗം പറയാൻ വേണ്ടി തന്നെയായിരിക്കും ചാണ്ടി ഉമ്മനെ നിയോഗിക്കുക. എന്നാൽ അതെല്ലാം കെ സുധാകരൻ ഒട്ടും തന്നെ ഗൗരവമായി കാണുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനെ നിസ്സാരമായി കാണുന്നു, അതൊരു അംഗീകാരമായി കാണുന്നു എന്ന് മാത്രമല്ല, ചാണ്ടി ഉമ്മൻ ഈ കാര്യത്തിൽ രാജിവെക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആ പാനലിൽ നിന്ന് പിന്മാറേണ്ടതില്ല എന്ന ഒരു പ്രതികരണമാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. രണ്ടാമത്തെ കാര്യം, ഒരു കോൺഗ്രസ് എം പി ബി.ജെ.പി നേതൃത്വവുമായി ചർച്ച നടത്തി എന്ന വാർത്ത, ആ വിവരം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനം, അത് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് അദ്ദേഹം നിഷേധിച്ചതേ ഇല്ല. പകരം അത് ആരാണ്, ഗൗരവതരമായ വിഷയമല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെ, അതിൽ വലിയ ഗൗരവമൊന്നും കാണാനില്ല എന്ന് മാത്രമല്ല, അത് ആരാണ് എന്ന് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടെത്തിയാൽ ഉടൻ അറിയിക്കാം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. മനു, ശരി, രണ്ട് വിഷയത്തിലാണ് കെ സുധാകരൻ പ്രതികരിച്ചത്. ഒന്ന്, ഒരു കോൺഗ്രസ് എം പി ബി.ജെ.പിയിൽ ചേരാൻ വേണ്ടി അവരുമായി ചർച്ച നടത്തിയെന്ന ഇന്നലെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത പുറത്തു വന്നു. അതിലാണ് ആ എം പി ആരാണെന്ന് അന്വേഷിക്കുകയാണ്. ആ വാർത്തയിൽ വലിയ ഒരു ഗൗരവമൊന്നും കൊടുക്കേണ്ടെന്നാണ് കെ സുധാകരൻ, കെ.പി.സി.സി അധ്യക്ഷൻ പറഞ്ഞു വെക്കുന്നത്. നോക്കൂ, അവരുടെ കൂട്ടത്തിലുള്ള ഒരു എം പി ബി.ജെ.പി നേതൃത്വവുമായി ചർച്ച നടത്തിയെന്ന് പറയുമ്പോൾ അതിൽ ഗൗരവമില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് കെ സുധാകരൻ ചെയ്യുന്നത്. മറ്റൊന്ന്, ചാണ്ടി ഉമ്മൻ ബി.ജെ.പി സർക്കാരിൻ്റെ അഭിഭാഷക പാനലിൽ ഉൾപ്പെട്ടത് അത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും സർക്കാർ പാനലിൽ വരുമ്പോൾ സർക്കാരിൻ്റെ നയം അല്ല കോടതിയിൽ പറയേണ്ടതെന്ന വിചിത്രമായ ന്യായവും പറയുകയാണ് കെ സുധാകരൻ. സത്യത്തിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നതേയില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞൊഴിഞ്ഞാലൊന്നും ഈ വിഷയത്തിൽ നിന്ന് അത്ര എളുപ്പം ഊരിപ്പോകാൻ കോൺഗ്രസിന് കഴിയുമെന്ന് തോന്നുന്നതുമില്ല.